ഇതൊരു വലിയ പ്രശ്നമാണ്, ഇതെന്നെക്കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല, എനിക്ക് പരിഹരിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ചിന്തിക്കും തോറും എൻ്റെ ഉള്ളിലൊരു ഭയം കൂടി ക്രിയേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ആ ഭയം വളർന്ന് വളർന്ന് സ്വാഭാവികമായിട്ട് ഞാൻ എന്തായിരിക്കും ചെയ്യാമെന്നറിയോ, ഞാൻ അതിൽ നിന്ന് എസ്കേപ്പ് ആകാൻ നോക്കും. മെല്ലെ നമ്മൾ ഒതുങ്ങിക്കൂടുകയും ആ മുഴുവൻ സംഘർഷങ്ങളെയും നമ്മുടെ ഉള്ളിലിട്ട് വളർത്തി 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 നമ്മൾ വല്ലാത്തൊരു പരുവത്തിലെത്തുകയും ചെയ്യും. ചിലർ അങ്ങനെയാണ് അല്ലേ, ചില വ്യക്തികൾ അങ്ങനെയാണ്. ഞാനിവിടെ പറയാൻ വന്നത്, ഞാനൊരു കഥ വായിച്ചത് നിങ്ങളോടൊന്ന് പറഞ്ഞു തരാം. സാധാരണ ഇങ്ങനെ ഗുണപാഠങ്ങളുള്ള കഥകൾ ഞാൻ വായിക്കാറുണ്ട്, ഞാനത് നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. എൻ്റെ കുട്ടികൾക്ക് മുന്നിൽ അവസരത്തിനൊത്ത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കഥയാണ് ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും ഒരു കഥ, ബൈബിൾ കഥയാണ്. ഈ ഗോലിയാത്ത് എന്ന് പറയുന്നത് ആരാണ്? വലിയൊരു യോദ്ധാവാണ്, ഭീമാകാരനായ 9 അടിയിലധികം ഉയരമുള്ള ഗോലിയാത്ത്. ആയുധബലമുണ്ട്, അതുപോലെ തന്നെ യുദ്ധം ചെയ്ത് പരിചയമുള്ള അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇസ്രായേൽ സൈന്യം മുഴുവൻ പേടിച്ച് വിറച്ചൊളിച്ചിരിക്കുന്ന ഒരു സമയത്ത് അവിടേക്ക് ദാവീദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ആട്ടിടയനായ സാധാരണക്കാരനായ ഒരു ആട്ടിടയൻ അവിടേക്ക് വരികയാണ്. ശരിക്കും എന്താ പറയുക, അവന് യുദ്ധം ചെയ്ത പരിചയമില്ല, അവന് മറ്റായുധങ്ങളില്ല കയ്യിൽ. ഇതൊക്കെ ആയിരുന്നിട്ടും രാജാവ് അവന് പടച്ചട്ടയും ആയുധവും ഒക്കെ നൽകുന്നുണ്ട്. പക്ഷേ അതൊക്കെ അവൻ ഒഴിവാക്കുകയാണ്. കാരണം ചുറ്റുമുള്ളതൊന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർ നൽകുന്നതൊന്നോ അല്ല അവൻ സ്വീകരിച്ചത്. തന്നിലുള്ളതെന്താണ് അതുകൊണ്ടാണ്, തനിക്കുള്ളതെന്താണ് അതുകൊണ്ടാണ് അവൻ നേരിടാൻ പുറപ്പെട്ടത്. അതാണ് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അവൻ്റെ കയ്യിലുള്ളതാകെ ഒരു എന്താ പറയുക, ഒരു വടി, ഒരു 5 കല്ല്, മിനുസമുള്ള 5 കല്ലും ഒരു കവിണയുമായിരുന്നു. ഈ കവിണ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഞാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, ഈ കാക്ക ബെൽറ്റ് എന്നൊക്കെ പറയും. ശരിക്കും അങ്ങനെയല്ല, അതിൻ്റെ ഒരു വേറൊരു രീതിയാണ്. അതായത് പണ്ടത്തെ ഈ ആട്ടിടയന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു ആയുധമാണത്. അപ്പോൾ അതാണ് ആകെ അവൻ്റെ കയ്യിലുണ്ടായിരുന്നത്. പിന്നെ അതും കൊണ്ട് ഈ ഗോലിയാത്തിൻ്റെ മുന്നിലേക്ക് വരികയാണ് യുദ്ധത്തിന് വേണ്ടിയിട്ട്. ഗോലിയാത്ത് ഇവൻ്റെ ഈ കൊച്ചു മനുഷ്യൻ്റെ ഈ വരവ് കണ്ടിട്ട് പുച്ഛം തോന്നിയിട്ട് അവനെ ഒരുപാടങ്ങ് പരിഹസിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ദാവീദ് കേൾക്കുന്നില്ല. ദാവീദിൻ്റെ ശ്രദ്ധയിലൊന്നും ഗോലിയാത്തിൻ്റെ വലിപ്പമോ അവൻ്റെ വാക്കുകളോ ഒന്നും വരുന്നില്ല. അവൻ്റെ ലക്ഷ്യം വേറൊന്നായിരുന്നു. അവൻ ആ കവണയിൽ ഒരു കല്ല് വെച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് എയ്ത് വിട്ടു. ആ ഒരു കുഞ്ഞു കല്ല് മതിയായിരുന്നു ഇത്രയും വലിയ യോദ്ധാവിനെ നിലം പതിപ്പിക്കാനായിട്ട്. ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് ആ കല്ല് ചെന്ന് പതിച്ചു. അതായത് ഗോലിയാത്തിൻ്റെ തിരുനെറ്റിയിൽ ചെന്ന് ആ കല്ല് പതിക്കുകയും ഗോലിയാത്ത് അവിടെ നിലം പതിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വളരെ നിസ്സാരനെന്ന് നമ്മൾ കരുതിയ ഒരു വ്യക്തിയാണ് ഇത്രയും വലിയ ഭീമാകാരനായ ഒരു യോദ്ധാവിനെ പരാജയപ്പെടുത്തിയത്. എന്താണ് അവൻ്റെ ഉള്ളിൽ? ഇപ്പം നമ്മളൊക്കെ ഒരു പ്രശ്നത്തെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ ഉള്ളിൽ വളർത്തുന്നത് ഭയത്തെയാണ് പലരും. പക്ഷേ ഇവൻ്റെ ഉള്ളിൽ വളർത്തിയത് എന്താണ്? ആത്മവിശ്വാസത്തെയാണ് വളർത്തിയത്. ഏത് വലിയ പ്രശ്നമായിക്കോട്ടെ, നമ്മൾ സാധാരണ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്? സാമ്പത്തിക ബുദ്ധിമുട്ട്, അസുഖങ്ങൾ, അല്ലെങ്കിൽ മറ്റ് മാനസികമായ ബുദ്ധിമുട്ടുകൾ, ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ മുന്നിൽ വലിയ പ്രശ്നങ്ങളായിട്ട് വന്ന് നിൽക്കാറുണ്ട്. ഈ സമയത്തൊക്കെ നമ്മൾ എന്താ പറയുക, ഒന്നുകൂടി ഇത് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കുന്നതോറും അത് നമ്മുടെ ഉള്ളിൽ ഭയമായിട്ട് വളരുകയാണ്. നമ്മൾ ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടുന്ന ഒരു രംഗങ്ങളുണ്ടാവാം. അങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്നതാണല്ലേ. പക്ഷേ ഇത് നമ്മൾ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ആത്മവിശ്വാസത്തെയാണ് വളർത്തേണ്ടത്. നമ്മുടെ ആത്മവിശ്വാസം കൊണ്ട് നമുക്ക് ഏത് വലിയ പ്രശ്നത്തെയും നേരിടാൻ കഴിയുമെന്നാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു ബൈബിൾ കഥ മാത്രമല്ല, ഒരുപാട് ജീവിതാനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇങ്ങനെ ആത്മവിശ്വാസം കൊണ്ട് വലിയ വലിയ അസുഖങ്ങളെ വരെ നേരിട്ട അനുഭവങ്ങൾ ഒരുപാട് നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് എപ്പോഴും ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കുക. നമ്മൾക്ക് ഒരു പ്രശ്നങ്ങളെയും നമുക്ക് ഇനിയിപ്പം നമ്മൾ ആ പ്രശ്നങ്ങളിൽ പെട്ടുപോയി എന്ന് വിചാരിച്ചാൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ അവിടെ തോൽവി അല്ല നമുക്കുണ്ടാവുന്നത്. നമുക്ക് എവിടെ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളതാണ്. നമുക്ക് ജീവിക്കണ്ടേ, ഇനിയുള്ള കാലത്ത് ജീവിക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ആത്മവിശ്വാസമാണ്. കാരണം പ്രശ്നങ്ങളുടെ നടുക്കാണ് നമ്മൾ ജീവിക്കുന്നത്, പ്രശ്നങ്ങളിലേക്കാണ് നമ്മൾ നടന്നു കയറുന്നത്. പക്ഷേ ഇവിടെ എല്ലാം നമുക്ക് എന്താ പറയുക, ഉള്ള ഒരു ആയുധം എന്താണ്? ആത്മവിശ്വാസമാണ് അല്ലേ. അപ്പോൾ ഇത്തരം കഥകൾ വായിക്കുമ്പോൾ നമ്മളതിൻ്റെ പൊരുളും കൂടി മനസ്സിലാക്കി വായിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടി എന്താ പറയുക മനസ്സിനെ നമുക്ക് ധൈര്യം കൊടുക്കാൻ പറ്റും ഇല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.